ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയുടർപ്പിച്ചിടാം ഈയൾ താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവം പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുവചനങ്ങൾ ചൊരിയുവാൻ വേണ്ടി തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 119 വചനം ഇപ്രകാരം പറയുന്നു: അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഗ്രഹിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത സങ്കീർത്തകൻ പറയുകയാണ്, പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ആയതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയം തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ പ്രകാശിക്കുവാനും ഹൃദയത്തിലെ പാപത്തിൻ്റെ അന്ധകാരം നീങ്ങി അഴിഞ്ഞു പോകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന വചനങ്ങളാണ്. അതിലൂടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്തെന്ന് ബൈബിളിലൂടെ വെളിപ്പെട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ഏതൊക്കെയാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം.
അതുപോലെ തന്നെ പിശാചിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണെന്നും പിശാചിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ഏതാണെന്നും ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയും പിശാചിന് ഇഷ്ടമല്ല. പിശാചിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയും ദൈവത്തിനും ഇഷ്ടമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു കാര്യം മാത്രം ദൈവത്തിനും പിശാചിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ കാര്യം ഏതാണെന്ന് നിങ്ങൾ പറയണം. എന്താ പറഞ്ഞത്? പിശാചിന് ഇഷ്ടമാണോ അത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ദൈവത്തിനും പിശാചിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ആരാധനയും ബലിയും. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതാണ്, നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഒന്നാമത്തെ കൽപ്പന ഇതാണ്, നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ. പിശാച് ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് പിശാച് അവനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിൻ്റേതായിത്തീരും. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിനും പിശാചിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ആരാധിക്കുക. അതുപോലെ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അനേകം ബലികൾ കാണാൻ സാധിക്കും. ദൈവത്തിന് ബലി ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ അതിന് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് അവനൊരു ബലിപീഠം പണിതു, അതിൽ ബലിയർപ്പിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തെ അറിയാത്ത മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താത്തപ്പോൾ പിശാചിനെ ആരാധിക്കുന്നതും നമുക്ക് പലയിടത്തും കണ്ടെത്താൻ സാധിക്കും. അത് തമ്പുരാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സാത്താന് അവനെ ആരാധിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ പൈശാചിക ആരാധനകൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നത്. ആരാധനയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആരാധനയിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ആരാധനയാണ് ബലി, വിശുദ്ധ കുർബാന. ആരാധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ചാണ് നമ്മളൊരു ബലി ആരംഭിക്കുക. എന്തിനാണ് ഈ ആവർത്തിച്ച് ദൈവം പരിശുദ്ധനാകുന്നു 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 പറയുന്നത്? ഒരു പ്രാവശ്യം ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതോടുകൂടി ദൈവത്തിനും മനസ്സിലായി ദൈവം പരിശുദ്ധനാണ്, നമുക്കും മനസ്സിലായി ദൈവം പരിശുദ്ധനാണ്, നാട്ടുകാർക്കും മനസ്സിലായി ദൈവം ആരാണ്? പരിശുദ്ധൻ. പിന്നെ എന്തിനാണ് ഒരു മനുഷ്യൻ ആവർത്തിച്ച് ദൈവം പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത്? മാലാഖമാരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം പരിശുദ്ധൻ 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 എന്ന് തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാരെയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മാലാഖമാർക്കും മനസ്സിലായി, കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്കും മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി ദൈവം ആരാണ്? പരിശുദ്ധൻ. പിന്നെ എന്തിനാണ് മാലാഖമാർ എപ്പോഴും ദൈവം പരിശുദ്ധൻ 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 എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും ആരാധിക്കുന്നവനിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം മാലാഖമാർ 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കാൻ കാരണം, അങ്ങനെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ദൈവശക്തി കൊണ്ടാണ് മാലാഖമാർ പ്രവർത്തിക്കുന്നത്. ആരാധിക്കുമ്പോൾ കിട്ടുന്ന ദൈവശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നതിനാണ്? അവൻ ആരാധിക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി
അവനിലേക്ക് പകർന്നൊഴുകാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, ആരാധനയുടെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏലിയാവ് ബലിപീഠം കേടുപാടുകൾ തീർത്തു. അവൻ വിറകടുക്കി. എന്നിട്ട് അവൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിച്ച് ബലിയർപ്പിച്ചു. എന്താ സംഭവിച്ചത്? ബലിയുടെ അവസാനം, ബലിയുടെ പൂർണ്ണതയിൽ ദൈവം അഗ്നിയായി സ്വർഗത്തിൽ നിന്ന് ബലിവസ്തുവിലേക്ക് ഇറങ്ങി വന്ന് ബലിവസ്തു ദഹിപ്പിച്ചു കളഞ്ഞു. ബലിവസ്തുവിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ബലിവസ്തു കത്തി ചാമ്പലായി തീർന്നു. ഇതാണ് ബലിയുടെ പൂർണ്ണതയിൽ നടക്കുന്നത്, ആരാധനയുടെ പൂർണ്ണതയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാമൊക്കെ ബലിയർപ്പിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഒരു ആരാധനയിൽ നിന്ന്, ഒരു ബലിയിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിക്കുക? ഇതാ അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവിലേക്ക് ദൈവം ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചിരുന്ന് അവസാനം ബലിയുടെ ആ സമ്പൂർണതയിൽ ആ ബലിവസ്തുവിലേക്ക് ഇറങ്ങി വന്ന് അവനെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് കത്തിയെരിഞ്ഞ് അവനൊരു അഗ്നിഗോളമായി തീരണം. ഇതിന് പറയുന്ന പേരാണ് ബലി. ഇതിന് പറയുന്ന പേരാണ് ബലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്തോരം ബലി നടത്തിയിരിക്കും. പക്ഷേ ബലിയുടെ പൂർണ്ണതയിൽ എന്ത് നടക്കണം? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഇറങ്ങി നാം ആ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ കത്തിയെരിഞ്ഞ് നമ്മുടെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അതിലൂടെ അഴിഞ്ഞ് ഇല്ലാതായി തീരണം. അങ്ങനെ സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ച് സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി നാം രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം, അതാണ് ബലിയിലൂടെ സാധ്യമാകേണ്ടത്. പഴയ നിയമത്തിൽ നാം ആദ്യമേ തന്നെ കാണുന്നത് ഒരു ബലിയെക്കുറിച്ചാണ്. 2 പേര് ബലിയർപ്പിക്കാൻ പോയി. ഒരാളുടെ പേര് ഹാബേൽ, മറ്റൊരുവൻ്റെ പേര് കായൻ. 2 പേരും ബലിയർപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 പേർക്കും ദൈവത്തെ കിട്ടിയാൽ കൊള്ളാമെന്ന്, ദൈവം ഇറങ്ങി വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവരാണ് 2 പേരും. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിലും ചിന്താഗതികളിലും കായൻ കൊള്ളുകയില്ലാത്തവനും ദൈവത്തെ താല്പര്യമില്ലാത്തവനും ഇഷ്ടമില്ലാത്തവനുമാണെന്നൊക്കെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയല്ല. മറിച്ച് ഇതാ കായനും ഇഷ്ടമാണ്, ഹാബേലിനും ഇഷ്ടമാണ് ദൈവം എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അഗ്നിയായി സ്നേഹമായി ഇറങ്ങി വന്ന് ഒരു ദൈവാനുഭവം ഉണ്ടാകണം. 2 പേർക്കും ഇഷ്ടമാണ്. 2 പേരും ബലിയർപ്പിക്കാൻ പോയി. പക്ഷേ കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഇതാ ബലി അർപ്പിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ബലിയുമുണ്ട്, സ്വീകരിക്കപ്പെടാത്ത ബലിയുമുണ്ട്. എങ്ങനെയാണ് എൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക? എൻ്റെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളെല്ലാം സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയുക? ഇതാ ബലിക്ക് ശേഷമുള്ള അനുഭവം നോക്കിയാൽ മതി. സ്വീകരിക്കപ്പെടാത്തവൻ്റെ മനോഭാവങ്ങളും കാഴ്ചപ്പാടും നോക്കുമ്പോൾ ഒരു ബലി സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതാ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. ബലി സ്വീകരിക്കപ്പെടാത്ത ഒരുവൻ്റെ മുഖത്തെ ഭാവം ബലിക്ക് ശേഷം എങ്ങനെയായിരിക്കും? അവൻ്റെ കോപം ബലിയിലൂടെ അവസാനിച്ചില്ല. അവൻ്റെ മുഖം കറുത്തു. ഒരു ബലി കഴിഞ്ഞിട്ടും ദൈവത്തെ അനുഭവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ടും അവൻ്റെ മുഖം പ്രസാദിക്കുന്നില്ല. ദൈവം കായേനോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് കോപിച്ചിരിക്കുന്നു? നിന്റെ മുഖം എന്തുകൊണ്ട് വാടിയിരിക്കുന്നു? എന്നിട്ട് കർത്താവ് പറഞ്ഞു, നല്ലത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പണമെന്ന് ഓർക്കണം. നീ അതിനെ കീഴടക്കണം. അപ്പോൾ ഒരു ബലി യഥാർത്ഥമായി പൂർണ്ണമായി കഴിയുമ്പോൾ പാപം കീഴടങ്ങും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് പാപം കീഴടക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ബലി സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് എന്തവസാനിച്ചിരിക്കും? പാപം അപ്രത്യക്ഷമായിരിക്കും. പിന്നെ അടുത്തതെന്താണ്? അവൻ്റെ വാടിയ മുഖം പ്രസാദിച്ചിരിക്കും. ഇന്ന് മനുഷ്യൻ എന്തുമാത്രം ബലികൾ അർപ്പിക്കുന്നു, എന്തുമാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, എന്തുമാത്രം ആരാധനകൾ.
എന്നിട്ടും അവൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിനൊന്നും പരിഹാരമുണ്ടാവുന്നില്ല. അവൻ്റെ സങ്കടങ്ങളൊന്നും മാറിപ്പോകുന്നില്ല. പ്രശ്നങ്ങൾ തീരുന്ന മുറയ്ക്ക് പുതിയ പ്രശ്നങ്ങൾ അവനെ വേട്ടയാടുന്നു. അതിൻ്റെ അർത്ഥം അർപ്പിക്കപ്പെടുന്ന ബലി ദൈവം ഇറങ്ങി വന്ന് സ്വീകരിക്കുന്നില്ലെന്നോ അതിനർത്ഥം. അതുകൊണ്ട് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ ബലി സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയണം. പഴയ നിയമത്തിൽ ഒത്തിരി ബലികളുണ്ട്. അതിലൊരു ബലിയാണ് അബ്രഹാം അർപ്പിച്ച ബലി. അബ്രഹാം എന്താണ് ബലിയർപ്പിച്ചത്? എന്താണ് അബ്രഹാമിൻ്റെ ബലിവസ്തു എന്ന് നമുക്കറിയാം. എന്തായിരുന്നു അബ്രഹാമിൻ്റെ ബലിവസ്തു? അബ്രഹാമിൻ്റെ ബലിവസ്തു അബ്രഹാമിൻ്റെ മകനായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ മകനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആദ്യത്തെ വാക്ക്, നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. മക്കളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മക്കളുണ്ടാകാനുള്ള സാധ്യതകൾ അവസാനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതിന് സാധ്യതകൾ കുറഞ്ഞു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പ്രായാധിക്യത്തിലെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത ചിന്ത, ഇനിയുള്ള കാലത്ത് എന്നെ ആര് നോക്കും? ഇനിയുള്ള കാലത്ത് എനിക്കാരുണ്ട്? അതുകൊണ്ട് അബ്രഹാം അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് പിതൃഭവനവും ചാർച്ചക്കാരും. എൻ്റെ ബന്ധുക്കൾ എന്നെ നോക്കുമായിരിക്കും, എൻ്റെ അയലോക്കംകാരനെ നോക്കുമായിരിക്കും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നോക്കുമായിരിക്കും. അങ്ങനെ ആഗ്രഹിച്ച് അബ്രഹാം ഇരുന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നോക്ക്, നിൻ്റെ പിതൃഭവനവും നിൻ്റെ ചാർച്ചക്കാരും നിൻ്റെ ബന്ധുക്കളും ഒന്നും നിന്നെ നോക്കാൻ പോകുന്നൊന്നുമില്ല. മക്കളുണ്ടായിട്ടാരും നോക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് പിതൃഭവനവും ചാർച്ചക്കാരും നോക്കുന്നത്? നമുക്കറിയാം, ഇന്ന് 2-3 മക്കളുള്ള മാതാപിതാക്കന്മാരുടെ ഗതി എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഒരിക്കൽ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്ന് പ്രസംഗം അവസാനിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ പോയത് മക്കളെല്ലാം വിദേശ രാജ്യത്തും മറ്റുമായി പോയിരിക്കുന്ന ഒരു അപ്പച്ചൻ്റെ വീട്ടിലാണ്. അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വലിയൊരു വീടാണ്. വലിയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അപ്പച്ചൻ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീട്. അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീട് അപ്പച്ചൻ പണിത്? അപ്പം അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ദീർഘവീക്ഷണത്തിൽ ചെയ്തതാണ്. എനിക്ക് 3 മക്കളാണ്. 3 മക്കളും കല്യാണം കഴിച്ചാൽ ഈ 3 മുറികളിലായിട്ട് താമസിക്കണം, 3 ഭാഗത്തായിട്ട് താമസിക്കണം. അവർക്കുള്ള എല്ലാ സൗകര്യവും ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ദീർഘവീക്ഷണത്തിൽ ചെയ്തതാണ്. പലർക്കും ഇങ്ങനെ മുൻപോട്ടുള്ള കാഴ്ചകളുണ്ട്, പക്ഷേ അകത്ത് കാഴ്ചയില്ല, ഉൾക്കാഴ്ചയെന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഈ അപ്പച്ചൻ അങ്ങനെ വലിയ ദൂരക്കാഴ്ചയുള്ളയാളായിരുന്നു. എന്തായാലും ആദ്യത്തെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോയി. രണ്ടാമത്തെ മകനും കല്യാണം കഴിച്ചതോടുകൂടി ആദ്യത്തെ മകൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകൻ്റെ ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നങ്ങളായി. അതോടുകൂടി അപ്പച്ചൻ നടുക്ക് സെക്യൂരിറ്റിയെ നിർത്തിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എന്തായാലും നേരിട്ട് കണ്ടാൽ പ്രശ്നമായി. അങ്ങനെ ഒരു മകൻ തൻ്റെ ഭാര്യയുമായിട്ട് വീടെടുത്ത് വേറെ താമസിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത മകനോട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മകനൂടെ വീട് വിട്ടങ്ങിറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ പ്രായം ചെന്ന് അപ്പച്ചനെ പഴയ മനുഷ്യനായതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു ദിവസം 2ാം നിലയുടെ മുകളിൽ നിന്ന് അപ്പച്ചൻ പത്രമൊക്കെ വായിച്ചിട്ട് കാർക്കിച്ച് പുറത്തോട്ടൊന്ന് തുപ്പി. ചില അപ്പച്ചന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്നാലും അങ്ങോട്ട് കാർക്കിച്ച് തുപ്പി. അപ്പോഴാണ് ഇളയ മരുമകൾ, പുള്ളിക്കാരത്തി ബാംഗ്ലൂരൊക്കെ പഠിച്ചിട്ട് വന്നതാണ്, പുള്ളിക്കാരത്തി താഴെ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ തുപ്പൽ ദേഹത്തോട്ട് വീണത്. ഉടനെ പുള്ളിക്കാരത്തി നല്ല 2 ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞിട്ട് കാറെടുത്ത് ഇറങ്ങിപ്പോയി. ആ കൂട്ടത്തിൽ മകനും പോയി. അതോടുകൂടി എല്ലാ മക്കളും പോയി. ഭാര്യയും മരിച്ചു പോയ ഈ അപ്പച്ചൻ ഒറ്റയ്ക്കാണ്. ആ വീട്ടിലോട്ടാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വലിയൊരു മേശപ്പുറത്ത് നിറച്ചും ഭക്ഷണ സാധനങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ചൻ രാത്രിയിൽ ഇത്രയും ഭക്ഷണം കഴിക്കുമോ? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, ഇത് മുഴുവൻ അച്ഛനുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 2 ചപ്പാത്തി മതി. ഞാനത് കഴിച്ചു. ഉടനെ ഞാൻ ചോദിച്ചു, അപ്പച്ചനൊന്നും കഴിക്കുന്നില്ലേ?
ഉടനെ അപ്പച്ചൻ ഒരു പാത്രം തുറന്ന് കാണിച്ചു. അതിനകത്ത് ഉപ്പില്ലാതെ ഉണ്ടാക്കിയ ഒരു ഗോതമ്പടയാണ്. അത് അപ്പച്ചൻ വളരെ വിഷമിച്ച് കഴിച്ചു തിന്നുകയാണ്, കറി പോലുമില്ല. ഞാൻ ഓർത്ത് ഈ മനുഷ്യന് എന്ത് ഗതികേടാണ്. അവസാനം അപ്പച്ചൻ എന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് വലിയ രാജാക്കന്മാരുടെ കട്ടിൽ പോലത്തെ ഒരു കട്ടിലാണ്. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഇതേ കയറി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ അതിലോട്ട് കയറി കിടന്നു. ഒരു 5 മിനിറ്റ് നേരത്തേന് എന്നെ കണ്ടില്ല, കാരണം പോയി അതോട്ട് കുഴിഞ്ഞു പോയി. പൊങ്ങി വന്നപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ച ചാടി എഴുന്നേറ്റ് നിന്നിട്ട് അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ കിടക്കുന്നില്ലേ? കാരണം എനിക്ക് ഈ സാധനത്തെ കിടക്കാൻ പറ്റില്ല, നടുവേദനയുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ കിടക്കുന്നില്ലേ? ഉടനെ പറഞ്ഞു, എൻ്റെ മുറി അപ്പുറത്താണ്. അങ്ങനെ ഞാൻ അപ്പച്ചനെ കിടത്താൻ വേണ്ടി പോയി. എന്നിട്ട് വേണം എനിക്ക് ആ താഴെങ്ങാനും കിടക്കാൻ. കാരണം എന്താണ്, ഇതേ കിടക്കാൻ പറ്റിയില്ല. എന്നാലും അപ്പച്ചനെയും കൊണ്ട് കിടക്കാനായിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, ഇതാ അപ്പച്ചൻ്റെ റൂമിൽ ഒരു നെല്ലിപ്പലക ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, എനിക്കും നടുവേദനയാണ്, വാദത്തിൻ്റെ അസുഖമുണ്ട്, ഇതിലേ കിടക്കാൻ പറ്റും. ചില ഗതികെട്ട മനുഷ്യർ ഇങ്ങനെയൊക്കെ ഉണ്ട്. മക്കളുണ്ടായിട്ട് ഗതിയില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് ഓർക്കാം, മക്കളും കൂടി ഇല്ല. അപ്പോൾ പിതൃഭവനം സഹായിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ദൈവം പറഞ്ഞു, ഇല്ല മകനെ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന വചനത്തിൻ്റെ വഴിയിലൂടെ നീ അങ്ങോട്ട് പോ.